നമസ്തേ ഹായ് പേരിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ എൻ്റെ ഡയലോഗ് വീഡിയോസൊക്കെ ആയിരിക്കും കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഇതുവരെ. അപ്പോൾ ഞാൻ ഒരു ഫിലിമിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫോണിലായാലും ഒരു റിവ്യൂ പറയുന്നത്. അപ്പോൾ അതിലും എൻ്റെ മുന്നത്തെ എന്താ പറയുക ഡയലോഗ് പ്രസൻറ്റേഷൻ വീഡിയോസിലും ഒക്കെ ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ എൻ്റെ പ്രഷർ എന്ന നിലയ്ക്ക് എൻ്റെ എന്താ പറയുക ഈ കമൻറ്റ് ബോക്സിലും ഒക്കെ ആയിട്ട് അതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരമായിരുന്നു. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സിനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് കേട്ടോ ഒരു ജാതി ജാതകം എന്നുള്ള വിനീതേട്ടൻ്റെ മോഹനൻ എന്ന് പറയുന്നൊരു ഡയറക്ടർ സംവിധാനം ചെയ്ത ഫിലിം കാണാനായിട്ട് പോയത്. ഞാനും ഏട്ടനും കുട്ടികളും കൂടി ഒറ്റപ്പാലത്താണ് പോയത്. ഒരു 2 മണിക്കൂറുള്ളൂ കേട്ടോ പടം. അപ്പോൾ കുട്ടികളെ കൊണ്ടുപോകാനുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുഴപ്പമില്ലാതെ മാനേജ് ചെയ്ത് ഇരിക്കാനായിട്ട് പറ്റും. ആരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഫിലിം മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ വിനീതേട്ടൻ തന്നെയാണ് ഇതിലെ മെയിൻ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അതിൻ്റെ പോസ്റ്റേഴ്സ് കാണുമ്പോൾ ഒരുപാട് എന്താ പറയുക ലേഡീസ് ക്യാരക്ടർ ആക്ട്രസ് ഉണ്ട്. അതായത് അത്ര ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഇല്ല, അതെന്നാൽ എല്ലാവർക്കും അതിൻ്റേതായ ഒരു റോള് അതിൽ കൊടുക്കുന്നുണ്ട്. ഒരു വടക്കൻ മലബാർ ബേസ് ചെയ്തിട്ട ഒരു മൂവിയാണിത്. എനിക്ക് തോന്നുന്നു ഒരു ഏജ് ഗ്രൂപ്പൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ ഒരു 18 to 40 വയസ്സ് വരെയുള്ളവർക്കൊക്കെ ഇത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്താ വെച്ചാൽ ഇതിൽ വിനീതേട്ടൻ്റെ ക്യാരക്ടർ ഒരു 38 വയസ്സായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ആൾക്ക് എപ്പോഴും പെണ്ണാലോചിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെ ആൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഉണ്ടാവും അങ്ങനെ കല്യാണം ആലോചിച്ച് ചായ കുടിക്കാൻ നടന്ന് വട്ടായ കുറേ പേരുണ്ടാവും. അതായത് മടിയാണ് പോകാൻ. പക്ഷേ ഇങ്ങനെ ഉള്ളൊരു ക്യാരക്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതായത് ഇപ്പോഴും ഒരു മടിയില്ലാതെ ആൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് ഒരുപാട് ഡിമാൻഡുകളും കാര്യങ്ങളും ഉണ്ട്. ആൾക്കൊരു പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ജാതകം നോക്കാൻ പോകും. പക്ഷേ ആളത് അയച്ചു കൊടുക്കുന്നത് ഒരു പോലീസ് ഓഫീസർക്കാണ്. ആളുടെ ഒരു ഡിയറസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ആ പോലീസ് ഓഫീസർക്കാണ് അയച്ചു കൊടുക്കുന്നത്. അതായത് ഏതെങ്കിലും കേസിൽ പെട്ടുണ്ടോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നറിയാനായിട്ട്. അതെനിക്ക് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. ആൾക്കൊരു 38 വയസ്സായി കഴിഞ്ഞാലും ആൾ നോക്കുന്നത് ഒരു 22-29 വയസ്സ് റേഞ്ചുള്ള ഒരു പെൺകുട്ടീനെയാണ് ആൾ നോക്കിക്കൊണ്ടിരിക്കുന്നതും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ആൾ പെണ്ണ് കാണാൻ പോകുമ്പോഴൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പെൺകുട്ടിയുടെ അടുത്ത് ജോലി ചെയ്യാൻ ഇഷ്ടമാണോ, കല്യാണം കഴിഞ്ഞ് ജോലിക്ക് പോകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ പറയുന്നത് പോവും, ഇഷ്ടമാണ്, താല്പര്യമാണെന്നൊക്കെയാണ് പെൺകുട്ടികൾ പറയുന്നത്. പക്ഷേ ആ ടൈമിൽ വിനീതേട്ടന് അതത്ര താല്പര്യമാവുന്ന ഒരു കേസല്ല. അങ്ങനെ ഒരുപാട് ആലോചനകൾ മുടങ്ങി പോകുന്നുണ്ട്. പിന്നെ ഒരുപാട് കാറ്റഗറി ആൾക്കാരെ ഇതിൽ ഫോക്കസ് ചെയ്ത് പറയുന്നുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞ് ഡൈവോഴ്സായ ആൾക്കാർ, ഡൈവോഴ്സായിട്ട് വീണ്ടും കല്യാണം ആലോചിക്കുന്ന ആൾക്കാർ, പിന്നെ മഴവില്ല് എന്നൊരു ക്യാരക്ടർ, അതായത് ട്രാൻസ്ജെൻഡർ അങ്ങനെയുള്ളൊരു ഇത്, പിന്നെ സ്വവർഗാനുരാഗികൾ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ അവർക്കും ഇതിൽ അങ്ങനെ ഒരു റോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതായത് ആണും പെണ്ണും തമ്മിലല്ല, ഇപ്പോൾ പെണ്ണും തമ്മിലുള്ള ഒരിഷ്ടമാണ് കൂടുതൽ എന്നൊക്കെ കാണിക്കുന്ന ഫിലിംസ് ഒരുപാടുണ്ട്. അപ്പോൾ ഇതിലും അതുപോലൊരു ചെറിയൊരു സീക്വൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിനീതേട്ടന് പേഴ്സണലി ഒരു മാട്രിമോണി കൺസൾട്ടൻ്റ് ഉണ്ട്. അങ്ങനെ ഒരു റോള് ചെയ്യുന്ന ഒരാളാണ് സൈനോര, അതായത് നമ്മുടെ സിംഗർ സൈനോര. ബാഗി ബൂം ബൂം എന്നൊക്കെ പാട്ട് പാടിയിട്ടില്ലേ ആൾക്കൊരു റോളുണ്ട്. പിന്നെ മറ്റേ ട്രെയിലറിൽ വിധുചേട്ടനെ കാണിക്കുന്നുണ്ട്, വിധു പ്രതാപിന്. അപ്പോൾ ആൾക്ക് ആ ഒരു എൻട്രി മാത്രമേ തന്നെ ഉള്ളൂ. പക്ഷെ എന്നാലും ആ ഒരു പോർഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വിധുചേട്ടൻ. പിന്നെ ഈ കല്യാണം ആയിട്ടുള്ള ആൾക്കാർ ഈ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കും. അവർ എന്താ പറയുക, അവർക്ക് ഇഷ്ടപ്പെട്ടതും എന്താ പറയുക ചവർ പോലെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് അയച്ചു തരും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കുക, അവരുടെ പണി ചെയ്യുന്നു, നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഈ നട്ടപ്പാതിരയ്ക്ക് വരെ ഈ മാട്രിമോണി ഏജൻറ്റിനെ വിളിച്ചിട്ട് ശല്യം ചെയ്യുന്നൊരു സീനൊക്കെ അതിലുണ്ട്. കാരണം ഇത് ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം. കാരണം അതായത് കല്യാണം ആലോചിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ മാട്രിമോണിയിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തി അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സീൻ വിനീതേട്ടൻ അവിടെ അവതരിപ്പിച്ച് പോയതെന്ന് തോന്നുന്നു. പിന്നെ ഇതിലെ ലേഡീസിനെ വെച്ച് നോക്കുമ്പോൾ വിനീതേട്ടൻ്റെ അമ്മ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ചേച്ചി നന്നായി കട്ടയ്ക്ക് നിൽക്കുന്നൊരു അമ്മയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അനിയത്തിയല്ല ചേച്ചി ക്യാരക്ടർ ചെയ്യുന്നത് നമ്മുടെ പൂജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചി, നമ്മുടെ സൂക്ഷ്മദർശിനിയിലൊക്കെയുള്ള ഒരു ഉണ്ടക്കണ്ണി ചേച്ചിയില്ലേ, ആ ചേച്ചി. അപ്പോൾ എന്താ പറയുക, ആളുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്. അപ്പോൾ ആൾക്ക് കുട്ടിയൊക്കെ ആയി, കുട്ടിക്ക് കല്യാണപ്രായമായി, ആ പെൺകുട്ടിക്കും കല്യാണപ്രായമായി, സ്വന്തം അനിയനും കല്യാണപ്രായമായി. അപ്പോൾ 2 പേരും പെരതറഞ്ഞ് നിൽക്കുകയാണെന്ന് പറയും. അപ്പോൾ ആർക്കാദ്യം കല്യാണം ആലോചിക്കണം, ആരാദ്യം കെട്ടിച്ചു വിടുന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ അവിടെ വരുന്നുണ്ട് കേട്ടോ. അതിൽ നിഖില എന്നുള്ളൊരു ക്യാരക്ടർ വരുന്നുണ്ട്.
നമ്മുടെ തട്ടുത്തരൊക്കെ പറയുന്ന ചേച്ചിയില്ലേ ഇൻ്റർവ്യൂസിൽ ആളെന്ന് ആളെ ആള് ഒരു കൈനോട്ടത്തിൻ്റെ ആളാന്ന് പറയും. അപ്പോൾ ആൾ പറയുന്ന പല കാര്യങ്ങളെയും ഫോക്കസ് ചെയ്തിട്ടാണ്, അതായത് ഫോക്കസ് ചെയ്തിട്ടല്ല, അത് വെച്ചിട്ടാണ് കുറച്ച് സ്റ്റോറീസ് മുന്നോട്ട് പോകുന്നത്. ആൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് എങ്ങനെയാണ് കല്യാണം നടക്കുക, എങ്ങനെയുള്ള ആളാണ് കല്യാണം കഴിക്കുക, ഇത്ര അക്ഷരത്തിലുള്ള ഒരാളെയാണ് കല്യാണം കഴിക്കാമെന്ന് വരെ പറഞ്ഞ് വിനീതേട്ടന് എന്താ പറയുക കൺവിൻസ് ചെയ്യിപ്പിക്കും. അപ്പോൾ ആളുടെ മൈൻഡിൽ അത് കെടുക്കുകയാണ്. അപ്പോൾ ആൾ പെണ്ണ് കാണാൻ നോക്കുമ്പോഴും പെണ്ണ് കാണാൻ പോകുമ്പോഴും ഇത് മൈൻഡിൽ വെച്ചിട്ടാണ് ആൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും അവസാനമാണ് അത് മനസ്സിലാവുക നിഖില എന്നുള്ളൊരു ക്യാരക്ടറിൻ്റെ സത്യസന്ധത എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ പല്ലവി എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്ന ഇന്ദു തമ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേച്ചിയുണ്ട്. അത് നമുക്ക് ജോമോൻ്റെ സുവിശേഷത്തിൽ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ഒക്കെ സിസ്റ്ററൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ചേച്ചിയാണോ അനിയത്തിയാണോ എന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അതിൽ. ആളാണ് അങ്ങനെ പല്ലവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് വരുന്നത്. ആൾ ഡൈവോഴ്സിലാണ്, കല്യാണം കഴിച്ച് ഡൈവോഴ്സിലാണ്. പിന്നെ ആളുടെ ഒപ്പമാണ് ഈ വിനീതേട്ടൻ പെണ്ണ് കാണാൻ നടക്കുന്നത്. ആൾക്കൊരു കൺസൾട്ടൻസി ഉണ്ട്, മാരേജ് കൺസൾട്ടൻസി ഉണ്ട്. അപ്പോൾ ആളുടെ ഒപ്പമാണ് ആൾ പിന്നെ പെണ്ണ് കാണാൻ നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് സീക്വൻസും അങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എവിടെയൊക്കെയോ നമ്മുടെ വടക്കൻ സെൽഫിയിൽ നമ്മുടെ ഇഷ ചേച്ചി ഇല്ലയോ, തട്ടത്തിമറയത്തിലെ വടക്കൻ സെൽഫി അല്ല, തട്ടത്തിമറയത്തിലെ ആ സുന്ദരി പെണ്ണ്, അത് തടിച്ചി പാറുമായിട്ട് അതിൽ വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ പെട്ടെന്ന് പാട്ടും ഇതൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് തട്ടത്തിമറയത്തിലെ. അപ്പോൾ നമുക്ക് ആ പെട്ടെന്ന് തട്ടത്തിമറയത്തിലേക്കൊക്കെ മൈൻഡ് പോട്ടോ. ചെറിയൊരു റോള് ആൾക്കും കൊടുത്തിട്ടുണ്ട് അതിൽ. പിന്നെ വിനീതേട്ടൻ അതിലൊരു കല്യാണം കഴിക്കുന്നുണ്ട്. അങ്ങനെ എസ്കേപ്പായി പോകും. അത് നമ്മൾ എസ്കേപ്പായി പോകുന്നത് ആരുടെ കൂടെയാണെന്ന് വെച്ചാൽ നമ്മുടെ അശ്വിൻ, നമ്മുടെ ഒരു ചിരി ബമ്പർ ചിരിയിലൊക്കെ ഉള്ള അശ്വിൻ, അവർക്കൊരു 5 മിനിറ്റിൻ്റെ റോളുണ്ട്. പക്ഷേ ആ ഒരു സീക്വൻസ് നല്ല കോമഡി സീനാണ്. പിന്നെ ഒരു കല്യാണം ഇങ്ങനെ ഒരുപാട് ലേറ്റായിട്ട് നടക്കുമ്പോൾ ആ ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഒരു പാട്ടിലൂടെ അതിൽ കാണിക്കുന്നുണ്ട്. DJയും അങ്ങനെയൊക്കെ പാർട്ടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കല്യാണം മുടങ്ങുമ്പോൾ ആൾ അനുഭവിക്കുന്ന ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ബാബു ആൻ്റണി ചേട്ടനൊരു റോളുണ്ട്. ഈ പടം കണ്ടു കഴിഞ്ഞാൽ പണി കിട്ടുന്നത് ആർക്കാന്ന് വെച്ചാൽ, അതായത് എനിക്ക് ലവൊന്നുമില്ല, ഞാൻ വളരെ ഡീസൻ്റ് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന പിള്ളേരുണ്ടല്ലോ, അവർക്കാണ് പണി കിട്ടുക. കാരണം അതിൽ അങ്ങനെ പല വാക്കുകളും പറയുന്നുണ്ട്, ആ പേര് മക്കൾക്ക് വീഴും. അപ്പോൾ ഒന്നില്ലെങ്കിൽ കമ്മിറ്റഡ് ആണെങ്കിൽ കമ്മിറ്റഡ് ആണെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ സിംഗിൾ ആണെങ്കിൽ സിംഗിൾ ആണെന്ന് പറയേണ്ടി വരും. പക്ഷേ ഇനി സിംഗിൾ ആണെന്ന് ഈ പടം കണ്ടതിന് ശേഷം പറയുകയാണെങ്കിൽ പെട്ടുപോകും, ഉറപ്പാണ്. ഒരു 6 പേര് ഇതിൽ വരുന്നുണ്ട്. ഞാനത് പറയുന്നില്ല, കാരണം അത് അത്രയും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വാക്ക് പലപ്പോഴും ഉച്ചരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ചിരി വന്നുകൊണ്ടേയിരിക്കും അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് എനിക്ക് തോന്നി, എന്നാലും നമുക്ക് ചിരിക്കാം കേട്ടോ. ഈ വെയിറ്റ് പിടിച്ചിരിക്കുന്നവരൊന്നും കാണാൻ പോകരുത്. അതായത് നമ്മൾ ഫ്രീ ആയിട്ട് പോകുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പിടി മൊത്തം പോകും. നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം ആ ഒരു ആളുടെ മാനറിസങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ട് അങ്ങനെ ചിരിച്ചു പോകും. പിന്നെ വിനീതേട്ടന് ത്രൂ ഔട്ട് ഒരു കമ്പാനിയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ തട്ടത്തിമറയത്തിലോ ഒക്കെ നിവിൻ ചേട്ടൻ്റെ ഒപ്പം രാജു ചേട്ടനുള്ള പോലെയും അങ്ങനെ ഒരു ത്രൂ ഔട്ട് ഒരു കമ്പാനിയനില്ല. അതായത് ഓരോ ടൈമിലും ഓരോരുത്തരാണ് വന്നു ചേരുന്നത്. പക്ഷേ അവരൊക്കെ ആയിട്ട് നല്ല മാച്ചിങ് ആയിട്ട് പോകുന്നുണ്ട്. ഒട്ടും നമുക്ക് പുതിയ സ്റ്റോറിയാണോ നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോകും. പക്ഷേ അതൊക്കെ കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് ഏറ്റവും അവസാനം എല്ലാം കല്യാണം മുടങ്ങി അങ്ങനെ വന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും അവസാനമാകുമ്പോൾ എല്ലാതും കൂടി ഒന്നിച്ചു വരും. ആ ടൈമിലൊക്കെ അങ്ങനത്തെ ഓരോ ടൈമുകളിലൊക്കെ ആ ടൈമിങ് പോയിന്റിലൊക്കെ വിനീതേട്ടൻ്റെ അച്ഛൻ റോൾ ചെയ്യുന്ന ആൾ, നമ്മുടെ താൻ കേസ് കൊടുതെന്ന് പറഞ്ഞിട്ടുള്ളൊരു പടമൊക്കെ ഇല്ലേ, അതിൽ ജഡ്ജിയാണ് ആൾ. അതിലത്തെ അച്ഛൻ റോള് ചെയ്തിരിക്കുന്ന ആളുണ്ടല്ലോ, പക്ക ഓരോ ടൈമിങ്ങിന് ഓരോ ഡയലോഗ് പ്രസൻറ്റേഷൻ ഉണ്ട്. അത് സൂപ്പറാണ് കേട്ടോ. അതുപോലെ തന്നെ വിനീതേട്ടൻ്റെ അച്ഛമ്മ റോള് ചെയ്യുന്നുണ്ട് ഒരു അമ്മമ്മ, അതും നന്നായിട്ടുണ്ട്. അതായത് എല്ലാവർക്കും ചെറിയ റോളേ ഉള്ളൂ, പക്ഷെ അവർക്ക് കിട്ടിയിട്ടുള്ള റോളുകൾ അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെ നെഗറ്റീവ്സ് പറയാമെന്ന് വെച്ചാൽ ഒരുപാടുണ്ടായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ കണ്ടതിലും വിട്ട് ഒരു കോമഡി പടം എന്നുള്ള നിലയിൽ ഇപ്പോൾ ഒരുപാടായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ആ ഒരു മൈൻഡിൽ കാണാൻ പറ്റിയൊരു നല്ല പടം തന്നെയാണ് കേട്ടോ. അതിൽ ഏറ്റവും അവസാനമുള്ളൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ഒരു കല്യാണം കഴിക്കണമെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാം. പക്ഷെ അതിനൊരു ജാതിയോ മതമോ എന്താ പറയുക നിറമോ ഒന്നും പ്രശ്നമായിട്ട് വരുന്നില്ല. ഉയരോ കാര്യങ്ങളോ ഒന്നും പ്രശ്നമായിട്ട് വരുന്നില്ല. രണ്ടുപേരും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് അവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പോകുന്നത്. സംഭവം അങ്ങനെ ഉള്ളൊരു ചെറിയ തീമാണ്. പക്ഷേ ആൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ കല്യാണം കഴിക്കാനായിട്ട് വെമ്പി നടക്കുന്ന ചേട്ടന്മാരുടെ ഒരു ഫ്രസ്ട്രേഷനാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അത് ശരി തന്നെയായിട്ട് നമുക്ക് തോന്നും. അവർ ബാക്കിയുള്ളവരുടെ മുന്നിൽ ചിരിച്ച് നിന്നാലും അവർക്കും ഒരു കല്യാണം കഴിക്കണമെന്നുണ്ടാവും. പക്ഷേ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് നടക്കാതെ പോകുന്നവരുണ്ട്. പിന്നെ ഇതുപോലെ ഒരുപാട് ഡിമാൻഡുകളായിട്ട് കൊണ്ട് നടക്കുന്നവരുമുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് നമുക്ക് ആ ഒരു ടിക്കറ്റ് പൈസ മുതലാവും. നമുക്കൊരു വൺ ടൈം കോമഡി മൂവിയായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും. അതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ ഒരു ഫാമിലി ആയിട്ട് അങ്ങനെ പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത്ര നമുക്ക് ഒരു ഏജ്ഡായിട്ടുള്ളവർക്ക് അത്ര അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിലെ പല പല ഡയലോഗുകളും അവർക്കൊക്കെ ഭയങ്കര ഇതായിട്ട് തോന്നിയിരിക്കാം. പക്ഷേ ആ ഒരു ടീനേജ് ടു ഒരു 40 ഏജിലുള്ളവർക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം ഇതുപോലെ പെണ്ണ് കണ്ട് നടന്നിട്ടുള്ളവർക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു കല്യാണം വരെ എത്തുന്ന വരെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ പറയണ്ടല്ലേ? അങ്ങനെ ഇല്ല കേട്ടോ. നെഗറ്റീവായിട്ട് അങ്ങനെ പറയണമെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഓരോ കണക്ഷനുകൾ വിട്ടുപോയിന്ന് വരും. അതായത് ഒരു സീക്വൻസ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്ത മറ്റൊരു ഇതായിരിക്കും കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊരു കണക്ട് ചെയ്യാൻ ഇത്തിരി സമയം എടുക്കുന്നത് മാത്രം. പക്ഷേ ആ കണക്ഷനും ഈ കണക്ഷനൊക്കെ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നായിട്ട് തോന്നില്ല. നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാരണം പിന്നെ ഊഹാപോഹം വെച്ച് ഊഹിച്ചെടുക്കേണ്ട കാര്യങ്ങളൊന്നും ഇതിൽ അങ്ങനെ പ്രത്യേകിച്ചില്ല. ഒക്കെ ഓപ്പണായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പടത്തിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. അപ്പോൾ എൻ്റെ റിവ്യൂവിൻ്റെ കമൻറ്റ് നിങ്ങളിടണം. കമൻറ്റ് ബോക്സിൽ കാണണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യണവർക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമ്മളെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ബൈ.